begins. അതെ, നീ വീട്ടിൽ ചെന്ന് അമ്മ ചോദിക്കുവാണെങ്കിലേ നമ്മൾ മേലെ റോഡ് വരെ ഓട്ടോയിൽ വന്നെന്നേ പറയാം കേട്ടോ. ഇവിടെ ഓട്ടോക്കൂലിയുടെ പൈസക്കല്ലേ ഇത് മേടിച്ചത്. അത് മാറാൻ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് വണ്ടി നമ്പർ കളിക്കാം. അതെ, ഞാനൊരു നമ്പർ പറയും, തക്കുടു ഒരു നമ്പർ പറയും. എതിരെ വരുന്ന വണ്ടിക്കകത്ത് ഞാൻ പറഞ്ഞ നമ്പറുണ്ട്, ഞാൻ തക്കുടിനെ ഓടിയിടി. തക്കുടു പറഞ്ഞ നമ്പറുണ്ട്, തക്കുടു തന്നെ ഓടിയിടിക്കണം. സെറ്റ്. ഞാൻ 5. 0. ശരി, നോക്കാം. അങ്ങനെയാണ്. ഇല്ല, 5 0 ഇല്ല. കൊള്ളാലോ, നല്ല മണം. നോക്കെ ഇംഗ്ലീഷ് സിനിമക്കകത്തൊക്കെ നായകൻ നായികക്ക് ഇങ്ങനെ കൊടുക്കുന്നത് എങ്ങനെ ആ സാധനം അത്. വാ, നമുക്ക് പോയേ മുത്തിന് കൊണ്ട് കൊടുക്കാം. പോവാം മോളെ, ഓട്ടോ ഒന്നും കാണുന്നില്ലല്ലോ. ആട്ടോയിൽ എന്തിനു പോണത്? വെറുതെ കാശ് ചെലവാവൂലേ? നിങ്ങൾ എന്തിനു കാണിങ്ങനെ ആട്ടോ? നിന്റെ അച്ഛൻ പൈസ തരുമോ എനിക്ക്? ആട്ടോയിലൊന്നും പോകാൻ പറ്റൂല. ഈ വെയിലത്താ കുഞ്ഞ് നടന്ന് ക്ഷീണിച്ചോണ്ടായിരിക്കത്തില്ല ഓട്ടോ വിളിക്കാൻ പറഞ്ഞത്. ആട്ടോ ഇവിടെ ഒന്നും ആട്ടോ ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ എന്തോന്ന് പറയണത്? ചേച്ചിക്ക് എത്ര ഓട്ടോ ഞാൻ വിളിച്ചുതരാം. ഇവിടെ ഒന്നും ആട്ടോ കിട്ടൂലേ? അങ്ങോട്ട് പോകണ്ടേ? നിങ്ങൾ പറയുന്നത് എന്തോന്ന്? ഓട്ടോ ഞാൻ വിളിച്ചുതരാവുന്നു. പറഞ്ഞാൽ മനസ്സിലാവൂലേ നിങ്ങൾക്ക്? ഈ ജംഗ്ഷനിൽ എവിടെ നിന്ന് ആട്ടോ കിട്ടാൻ? ചേച്ചി വിഷമിക്കാനും കാശ് കൊടുക്കണ്ടേ? പൈസ കൊടുക്കണ്ടേ? മോനെ കേറുന്നില്ലേ? കേറി ചേച്ചി. നോക്കാൻ പാടില്ലേ? പേടിയാവും നമ്മിങ്ങനെ നോക്കുമ്പോ അടുത്തിന് എന്താ ചോദിക്കണേന്ന്. കള്ളത്തരം ചെയ്യുന്നവർക്കാണ് നോക്കുമ്പോ പേടിയാവണത്. അമ്മന് പേടിയില്ലല്ലോ. ആര് പറഞ്ഞു? എനിക്ക് ഭയങ്കര പേടിയാ അമ്മ നോക്കുമ്പോ. ഈ വീട്ടിലുള്ള എല്ലാവർക്കും അമ്മയെ പേടി. ഇവിടെ വരണ മറ്റു പട്ടിയില്ല, അതിന് പോലും പേടിയാ അമ്മ. ഞാൻ തടി രാക്ഷസിയോ? എന്താന്ന്? നിന്നെ ഒന്ന് നോക്കി നന്നാക്കാൻ തീരുമാനിച്ചിട്ടില്ല, അല്ലാതെ നന്നാക്കാൻ. നീ വേണമെങ്കിൽ ജീവിച്ചാൽ മതി. അതിന് നമ്മളെവിടെ ചീത്തയായത്? ഞാനിങ്ങനെ തൊല്ലുവിളിക്ക് വളർത്തിയതുകൊണ്ട് നീ ഒന്നും ചീത്തായില്ല. നാളെ ഞാൻ ഇല്ലാതാകുമ്പോ അത് തന്നെ ഞാൻ ഇല്ലാതാകുമ്പോ പഠിക്കും. പഠിച്ചോ? അപ്പൊ ആരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ ആൾക്കാർ ഓരോ സമയം കഴിയുമ്പോ പോകും. നാക്കില്ലെങ്കിൽ കാണായിരുന്നു. ഈ ആരോ വരുന്നല്ലോ. അമ്മാവനെ കാണും.
മഴയാണല്ലോ. ആരേ ആരോ ആരാ ആരാന്ന് ചെവി കെട്ടൂടാന്ന് തോന്നുന്നു. അയാൾ എവിടെ? അയാളോട് ചോദിക്കും. ക്ലീറ്റ് ഇവിടെ ഇല്ലാട്ടാ. ക്ലീറ്റ് ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഏട്ടനും ഇല്ല ഇവിടെ. എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. ഇനി എന്റെ കാര്യം എന്ത് വേണമെന്നേ അയാൾ വന്നിട്ട് തീരുമാനിക്കട്ടെ. അതുവരെ ഞാൻ ഇവിടെ ഇരിക്കാം. ആരാ? ഞങ്ങക്ക് മനസ്സിലായില്ല ആരാന്ന്. എന്താന്ന് പറ മോളെ. പൈസയുടെ കാര്യമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. അല്ല എന്താണെങ്കിലും തീരുമാനം ഉണ്ടാക്കാമല്ലോ. പറ, എന്താ പ്രശ്നം? അമ്മ ഇത് റൊണാൾഡോ ഓട്ടോ കയറ്റിവിട്ട ആന്റിയാ. റൊണാൾഡോ ഓട്ടോ കയറ്റിവിട്ട ആന്റി. റൊണാൾഡോ ആണോ? റൊണാൾഡോ ചേച്ചനെയാണോ തിരക്കിയത്? ഞാനും എന്റെ അമ്മായിയമ്മയുടെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ആശുപത്രി പോയതായിരുന്നു. എന്നേരം അങ്ങൊരു വഴിയിൽ വെച്ച് ഞങ്ങൾക്കൊരു ഓട്ടോ പിടിച്ചു തന്നു. പോകാൻ നേരത്ത് ഒരു ഉമ്മ വെച്ചിട്ട് റോസാപ്പൂ തന്നു. അത് എന്റെ അമ്മായിയമ്മയുടെ മുന്നിൽ വെച്ച്. റൊണാൾഡോ ചേച്ചന് ഉമ്മ എന്നാ? ആ തള്ളയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീടെത്തുന്ന വരെ എന്നെ തെറിവിളിയായിരുന്നു. റൊണാൾഡിനെ അറിയോ? എനിക്കൊന്നും അറിയില്ല അയാളെ. പിന്നെ എന്തിനാ പൂ മേടിച്ചേ? വീട്ടിലെത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അവരാ മോനോട് ഈ എരിവും പുളിയും ചേർത്ത് പറഞ്ഞു കൊടുക്കാൻ ഒന്നുമില്ല ബാക്കി. അങ്ങേർക്കാണെങ്കിൽ എന്നെ കെട്ടിയ നാളോട്ട് സംശയം. ഇതും കൂടി കേട്ടിയപ്പോ അയാൾ എന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. റൊണാൾഡോ ചേച്ചനൊന്ന് വിളിച്ചേ. എങ്ങോട്ടാണ് ഓട്ടോ കയറ്റി വിട്ടത്? ഓട്ടോയില് എനിക്ക് തലക്കെന്താ? അതെ, ഇവിടെ ഇരുന്നിട്ടൊരു കാര്യമില്ല. നേരെ വീട്ടിലോട്ട് പോണല്ലേ നല്ലത്. നിങ്ങളോടല്ലേ ഞാനിപ്പോ പറഞ്ഞത്. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴേ അങ്ങേര കാലമാണ് എന്നെ എടുത്ത് മുറ്റത്തോട്ട് വലിച്ചിട്ട് കഥ അടച്ചു. ഇനി ഞാൻ എങ്ങോട്ട് പോണോന്നാ? ഞാൻ അയാളൊന്ന് തീരുമാനിക്കട്ടെ. ആര്? റൊണാൾഡോ ചേച്ചനാ? റൊണാൾഡോ ആണോ മെസ്സി ആണോ എന്നൊന്നും എനിക്കറിയില്ല. തടിച്ചിട്ടുള്ള ഒരുത്തന്. അയാളുടെ ഒരു കൊച്ചിനെ കുഞ്ചിക്കലും വിളിച്ചേ പൂതരല്. ദേ എനിക്ക് പൂതരുന്നതേ ആ കൊച്ച് കണ്ടതാ. ആ ഓട്ടോ ഡ്രൈവറാ എനിക്ക് ഈ വീട് കാണിച്ചു തന്നത്. പക്ഷെ അവൻ അങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല കേട്ടാ. ഞങ്ങളുടെ റൊണാൾഡോ അങ്ങനെയുള്ള ആളെ അല്ല. അപ്പൊ ഞാനാണോ കുഴപ്പക്കാരി? എന്തോന്നായാലും ഒരു തീരുമാനം ആവുന്നേരം ഞാൻ ഇവിടുന്ന് പോവൂല. ആ കൂടി കയറി കിടക്കാൻ ഉണ്ടായിരുന്നൊരു വീടാ. അയാള് കാരണം അതും ഇല്ലാതായി. എന്തോ കുഴപ്പമുള്ളതാട്ടാ. മുത്തേ, ഹലോ റൊണാൾഡോ എന്താ പറഞ്ഞത്? എന്റെ തങ്കച്ചേട്ടത്തി എന്റെ കൊടങ്ങാവള മാതാവാണ് സത്യം. ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ഞാനും തക്കോട് ഇങ്ങോട്ട് വന്നപ്പോ റോഡ് സൈഡിൽ കിടന്ന് റോസപ്പൂ കിട്ടി. തക്കോട് വന്നിട്ട് എന്റെ തന്നെ. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കൊച്ചു കിടന്ന് ഇങ്ങനെ ഓട്ടോ വിളിക്കുന്ന നിർബന്ധം പറഞ്ഞപ്പോൾ ഞാനൊരു കൈ കാണിച്ച് ആ കൊച്ചും തള്ള പിന്നെ അതിന്റെ അമ്മൂമ്മ തള്ളയും കണ്ടാണ് അവരെ ഓട്ടോക്കകത്ത് കയറ്റി. അപ്പൊ ഈ പൂ ആ പങ്കച്ചിനെ കണ്ടപ്പോ ഞാൻ ആ പൊടിക്കൊച്ചിന് കൊടുത്തു. അപ്പൊ അത് മേടിച്ചില്ല. അപ്പൊ ഞാൻ എന്റെ തള്ളടെ കൊടുത്തു കൊടുത്തേക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ദൈവമേ, ഇതിങ്ങനെ കണ്ടാവുന്നു ഞാൻ കരുതിയോ? വേണ്ട, നിങ്ങൾ ഇക്കാര്യത്തിൽ ബേജാറാവണ്ട. എന്റെ കൈകൾ പരിശുദ്ധമാണ്. അത് ഞാൻ ക്ലിയർ ചെയ്തോളാം. ഞാൻ അങ്ങോട്ട് വരും. ആ വന്ന പെണ്ണുമ്പിള്ളേടെ അവിടെ ഇരിക്കാൻ പറ. ആഹാ, അങ്ങനെ വിട്ട പറ്റത്തില്ല.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനെങ്കിലും എന്റെ ഇളയ കൊച്ചിന്റെ മുഖം പോലെ അതിന്റെ മുഖം തോന്നിയോണ്ടാ കയ്യിലിരുന്ന പൂ ഞാനതിന് കൊടുത്തത്. പൂ കൊടുത്തത് എന്റെ കൊച്ചിന്റെ ഇളയ കൊച്ചിന്റെ മുഖം എടാ, പോലെ. നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ എന്റെ ദൈവമേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാം. പെണ്ണ് പുറത്തു വന്നിരിക്കാം. പാവിട്ട് കരഞ്ഞ് ഓച്ച പുറത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ റോസ്മേരി ഇതൊക്കെ അറിഞ്ഞ ഞാൻ ഈ ഭാവിനകത്ത് കെട്ടിത്തൂക്കിച്ച. എനിക്ക് ഉമ്മ കൊടുക്കാനൊന്നും അറിയത്തില്ല. റോസ്മേരി എടുത്ത് ചോദിച്ചാൽ എന്റെ ഉമ്മ കൊള്ളത്തില്ല. അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു പൂ ആ കൊച്ചിന് കൊടുത്ത് അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇതിപ്പോ ആരെങ്കിലും പറഞ്ഞാ വിശ്വസിക്കോ? വിശ്വസിക്കണ്ടേ? ഞാനങ്ങനെയുള്ള ആള്. നിനക്ക് ഉമ്മ വയ്ക്കാൻ അറിയില്ല എന്ന് നിനക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. ആ പെണ്ണ് പറഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കുള്ളൂ എല്ലാവരും. സ്വന്തം പെണ്ണുപിള്ളക്ക് ചെലവ് കൊടുക്കാൻ പൈസ ഇല്ല. ഞാനൊരു അവൻ കൂടെ ചെലവ് കൊടുക്കണത് നടക്കുന്ന കാര്യം. പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? പിന്നെ എന്റെ കരിസ്മ പോയി. ആരാ? എന്റെ കരിസ്മ. ദേ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ക്ലീറ്റോനെ വിളിച്ച് ചോദിക്കാം. ക്ലീറ്റോ എന്തെങ്കിലും ഒരു വഴി കാണും. നീ കനകനെ വിളിച്ച് പറ. എനിക്ക് പേടിയാണ്. അല്ല ഏട്ടനവനെ പറഞ്ഞാൽ അവരോട് വന്നിട്ട് നമ്മളെ കുറ്റം പറയും. അറിയാലോ സ്വഭാവം. അത് ശരിയാ. ഞാൻ പോയി ക്ലീറ്റോനോട് ചോദിക്കട്ടെ. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എന്ത് പോയെന്നാ പറഞ്ഞത്? കരിസ്മ എന്ന് വെച്ചാ അതൊക്കെ ഓജസ് വ്യക്തിത്വ. പോയത് പോട്ടെ, ഇനി ഉള്ളതും കൂടെ പോവാതെ നോക്കിയോ. ഉള്ളതും കൂടെ പോവാം. അവരൊന്നോ ക്ലീറ്റോ പറഞ്ഞേ എന്തെങ്കിലും പറഞ്ഞ ആ പെണ്ണിനെ ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്. നാളെ ക്ലീറ്റോ രാവിലെ വരുമ്പോ എന്തെങ്കിലും വഴി കാണാം എന്ന് പറഞ്ഞു. അതാ നല്ലത്. അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു വിടും. അവനവിടെ ഇരിക്കട്ടെ. വാ നമുക്ക് പറഞ്ഞു. നീ വാ ഇങ്ങോട്ട്. പറയും കേട്ടോ. ഉമ്മ കൊടുക്കാൻ നടക്കുന്ന പേരെന്തായിരുന്നു പറഞ്ഞത്? ഞാൻ പേരൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല അതാ ചോദിച്ച പേരെന്താണ്? കുഴപ്പമില്ല. വെള്ളം വേണോ? കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണ്ട. വേണ്ടേ? നല്ല വെയിലുണ്ടല്ലോ, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോയാ മതി. അതെ. മുത്തേ ഇച്ചിരി വെള്ളം കൊടുത്തിട്ടുണ്ടോ? ആന്റിക്ക് ദാഹിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അറിയാലോ ഈ അവിടെ ഒരു രാഷ്ട്രീയക്കാരനും ഇവിടെ ഒരു പോലീസോ ഉള്ളത്. അപ്പം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആള് ഭയങ്കര ചൂടനാ. അതിന് ഞാനെന്തോ വേണം? അല്ല ഞാൻ പറഞ്ഞു വരട്ടെ, അതിൻ്റെ ഇടയിൽ കയറി എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവൻ ഭയങ്കര ചൂടൻ, എൻ്റെ ആങ്ങള, ഇവളുടെ ഭർത്താവ്. ഇത് അറിഞ്ഞപ്പോ തന്നെ റൊണാൾഡിനെ വിളിച്ചു. റൊണാൾഡിന്റെ അച്ഛൻ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണു. അപ്പം ഇപ്പം ആശുപത്രി കൊണ്ടുപോയേക്ക്. അവന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇവിടുന്ന് എൻ്റെ ആങ്ങള, ഇവളുടെ ഭർത്താവ് ഇപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കുക. സ്റ്റേഷനിൽ നിന്ന് ചോദ്യം ചെയ്യും, പ്രശ്നമാകും. അപ്പോൾ മോളോട് എൻ്റെ ആങ്ങള, ഇവളുടെ ഭർത്താവ് പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ കാര്യമില്ല. എന്തായാലും ഇന്ന് ഇവിടെ ഇരുന്ന് ആരെയും കാണാൻ പറ്റത്തില്ല. മറ്റേ റൊണാൾഡോ അച്ചാച്ചൻ മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് അതുവഴി പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകും. അപ്പോൾ അവനെ പിടിച്ചോണ്ട് വന്നിട്ട് എൻ്റെ ആങ്ങള, അതായത് ഇവളുടെ ഭർത്താവ്, പിന്നെ എൻ്റെ ആങ്ങള, ചേച്ചിന്റെ ഭർത്താവ്, അപ്പൊ ഞാൻ വരും, വീട്ടിലോട്ട് വരും. മോളോട് ഇപ്പൊ സമാധാനമായിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പട്ടാളത്തിനേക്കാൾ അപ്പുറം ഇവിടുത്തെ അവൻ, എൻ്റെ ആങ്ങള. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് തീരുമാനം ഉണ്ടാക്കും. ടെൻഷൻ അടിക്കണ്ട. വെള്ളം കുടിക്കും. വിളിക്കുന്നു കനകൻ. വെള്ളം കുടി. കനക, ആ കൊച്ചു കുഴപ്പമൊന്നുമില്ല, ഇല്ലാതെ വെള്ളം കുടിച്ചു പോവാ. അതിന് കാര്യമൊക്കെ മനസ്സിലായി. ശരിയെടാ. എന്തായാലും നാളെ ഒരു തീരുമാനം ഉണ്ടാക്കാം.
കേട്ടാ വന്ന ഉടനെ ആദ്യത്തെ കേസ് ഇതാന്നാ പറഞ്ഞ. അവൻ അങ്ങനെ ഒരു പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അങ്ങനെ ആരും വെറുതെ വിടൂല്ല ഇവിടെ. ഒന്നും പേടിക്കണ്ട. ആ വീട്ടിൽ നിന്ന് അവരിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്നെ തിരിച്ച് കയറ്റിക്കും. എന്റെ കൊച്ചിന്റെ മുമ്പ് വെച്ചാ അമ്മയമ്മയും അങ്ങേരും കൂടി ഈ ഡയലോഗ് എല്ലാം അടിച്ചത്. തെറ്റായിപ്പോയി. ആ, നിങ്ങൾക്ക് തെറ്റായി പോയെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലേ ഉള്ളൂ. സാരമില്ല, കൊച്ചു ചെറുതല്ലേ. ഊണ് കഴിക്കുന്നോ? എനിക്കൊന്നും വേണ്ട, ഇപ്പൊ തന്നെ വയറ് നിറച്ച് കിട്ടി. അല്ലെങ്കിൽ തന്നെ അങ്ങേർക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു? ആവശ്യമില്ലാത്ത ഓരോ കുടുംബത്തിന്റെ അടച്ചെന്നല്ലേ ഉള്ളു, തുറക്കുമല്ലോ. നമ്മളിവിടെ ആള് വരുന്നുണ്ടല്ലോ. അതെ, കുഞ്ഞിനെ പോലും കാണാൻ സമ്മതിക്കാതെ എന്നെ മുറ്റത്തോട്ട് വലിച്ചിട്ടില്ല. ആ നമ്പർ ഒന്ന് തന്നെ കനകന് അയച്ചു കൊടുക്കാം. മോളുടെ നമ്പർ ഒന്ന് ഇതിനകത്തൊന്ന് അടിച്ചേ. അടിക്ക്. വേണ്ട, ഇപ്പൊ എന്തായാലും നാളെ വരുമല്ലോ. അല്ല, കനകന് അയച്ചു കൊടുക്കാം. പേരെന്താന്ന് പറഞ്ഞേ? ലക്ഷ്മി. ലക്ഷ്മി. ലക്ഷ്മി റൊണാൾഡ്. അല്ല അല്ല, ലക്ഷ്മി ഭർത്താവിന്റെ പേര് പ്രസാദ്. കനകൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കനക, ഇതാ കൊച്ചിന്റെ നമ്പറാണ്. നീ അതിന്റെ വീട്ടിൽ അതിന്റെ ഭർത്താവിനെ വിളിച്ച് ഒന്ന് സംസാരിക്കണം. അതിന് പോകാൻ പേടിയായിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. കേട്ടല്ലോ? ധൈര്യമായിട്ട് പോക്കോ, ഇനിയൊരു കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് അയാൾ ഇതൊന്നും കേൾക്കാണ്ട് തിരിച്ചെന്നെ വീണ്ടും ഇറക്കി വിട്ട ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. എനിക്കല്ലാതെ പോകാൻ വേറെ വഴിയൊന്നുമില്ല, സ്ഥലവും ഇല്ല. നിങ്ങളുടെ റൊണാൾഡോ, മെസ്സിയോ ആരാന്ന് വെച്ചാൽ വരുമ്പോ പറഞ്ഞേക്ക്. ഞാൻ ഇറങ്ങുവാ. ചേച്ചി, ഈ പെണ്ണ് അത്ര ശരിയല്ലേ ചേച്ചി? അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് പറഞ്ഞു വിട്ടത്. എന്നാലും നിന്റെ ആങ്ങളേനെ പറയരുത്. പെണ്ണുങ്ങൾക്ക് പൂവും കൊടുക്കാൻ വേണ്ടി നടക്കുന്നവൻ. എന്നിട്ട് ഇന്ന് മൂങ്ങിയാ മതിയല്ലോ അവിടെ ഇരുന്ന്. എന്റെ വായിൽ അന്നേരം തെങ്ങിന്റെ മേളിൽ നിന്ന് വീണെന്ന് പറയാൻ വന്നില്ലെങ്കിൽ അതാ ചേച്ചി പാവം നിരപരാധി ചേച്ചി. ഒരു പൂ കൊടുത്തു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്ത് ചെയ്യും? നമുക്ക് അതിന്റെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, അതിന് അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ സ്വന്തം വീട്ടിലോട്ട് പോകണം, അല്ലാതെ ഇങ്ങോട്ടാണ് വരേണ്ടത്. എന്തേലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. എവിടെ ഇത്ര എന്താളിയാ, ഒരു രക്ഷയില്ല. അവൻ പക്കാ ഫ്രോഡാളിയാ. അവൻ അമ്പിനും ബില്ലിനും അടിക്കുന്നു. അത് ശരി. അവസാനം പറഞ്ഞു വന്നപ്പം ഈ കൊച്ചിന്റെ അച്ഛൻ റൊണാൾഡാണോ എന്ന് വരെ അവർ പറയുന്നു തോന്നി. അതല്ലേ ഞങ്ങൾ പേടിച്ചെങ്കിൽ പോകുന്നത്. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പറഞ്ഞ് മെരുക്കി എടുക്കുമ്പോഴത്തേക്ക് ഈ തള്ള കയറി അങ്ങ് ഇടംകോലും. പിന്നെ അളിയെ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ആ പെണ്ണ് മിക്കവാറും വന്ന് ഇവിടെ താമസമാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതെ, അവരെ വിളിച്ചിട്ടേ ഒന്ന് രണ്ടിടത്തും കൂടെ നാളെ വീട്ടിലോട്ട് വരാൻ പറ. ഒന്ന് സംസാരിച്ച് നോക്കാം. വിളിക്കണോ? വിളിച്ചൊന്ന് പറ. ഇത് എന്ത് എങ്ങനെയൊന്നും തീർക്കണ്ടേത്. ആ പ്രസാദേ, എൻ്റെ പൊന്ന് സഹോദര, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഈ കാര്യങ്ങൾ. ഇവ ആള് വേറൊരു പാവമാണ്. അവൻ നിർദോഷമായ ഒരു സഹായം ചെയ്തു, അത്രേ ഉള്ളൂ. അവൻ എൻ്റെ മോനുമായിട്ട് താണ്ട റോഡിൽ കൂടെ കളിച്ച് വന്നപ്പോൾ നിങ്ങളെ ഭാര്യയും അമ്മയും കൂടെ അവിടെ നിൽക്കണുണ്ട്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഒരു സഹായം ചെയ്തു കൊടുത്തു. പൂ കൊടുക്കുന്നതാണോ സഹായം? ഒരു പൂവല്ലേ കൊടുത്തുള്ളൂ, അല്ല പുല്ലും വയ്ക്കലും എന്നല്ലോ കൊടുത്തത്. പൂ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഉദ്ദേശത്തോടു കൂടി കൊടുത്തതല്ല. അവ പൂ അല്ല, കുഞ്ഞിന് കൊടുത്ത് യമനുണ്ടല്ലേ വഴി. എടാ, ഉമ്മ വെച്ചിട്ട് പൂ കൊടുക്കുന്നതാടാ സഹായം. അത് ഉമ്മ കൊടുത്തല്ല. നീ മിണ്ടരുത്. ആ കൊച്ചു പൂ മേടിക്കാഞ്ഞപ്പം നല്ല മണമുള്ള പൂവാന്ന് പറഞ്ഞ് മണത്തിട്ട് അങ്ങനെ അല്ലേ അവിടെ ചോദിച്ചാ മതി. അങ്ങനെ തന്നടി തന്നെ നിന്നെ കെട്ടി അന്നോട്ട് തുടങ്ങിയാണ് എന്റെ പ്രശ്നങ്ങള്. എവള് നാട്ടുകാരെ ഒന്ന് പൂ മേടിക്കും, നമ്പർ കൊടുക്കും. അയ്യേ അതെ, നിങ്ങൾ വെറുതെ ഇത് പറഞ്ഞതിനെ വീർപ്പിച്ച് നാണക്കേടുണ്ടാക്കല്ലേ. ഒന്നാമത് ഇവന് ഭാര്യയും കുട്ടികളും കുടുംബം ഉള്ളതാണ്. അപ്പൊ എനിക്ക് കുടുംബം ഇല്ലേ? എന്റെ കുടുംബം ധാരട്ടെന്നാ. എടി നിന്നെ ഉണ്ടല്ലേ, നീ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എടി അവനുമായിട്ടുള്ള ബന്ധം എന്ന് തുടങ്ങിയിടി. അയ്യേ നിങ്ങള് അതെ സഹോദര, നിങ്ങളിത് പറഞ്ഞു വെറുതെ ഇതാക്കല്ലേ. ഈ കഴിഞ്ഞത് ഇതിപ്പോ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പൊ വെറുതെ പ്രശ്നമാക്കല്ലേ. എടാ നിന്നെ ഉണ്ടല്ലേ എന്റെ പൊന്നെണ്ണ, ഞാൻ ഈ പെങ്ങളെ കാണുന്നതാണ് ഇന്നലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന. അറിയാം, നിനക്ക് പെട്ടെന്ന് പെങ്ങളായടാ അവള്.
എടാ അതെ നിന്നെ ഇവള് എനിക്ക് സംശയമുണ്ട്. അതെ നിങ്ങളൊന്നും പറയണ്ട. എവക്കെ എന്നെക്കാളും പരിചയക്കാരാണ് ഈ നാട് മൊത്തം. എടീ നിന്നെ ഉണ്ടല്ലേ. അതിന് നിങ്ങളെ ഭാര്യ ഒറ്റയ്ക്കല്ലല്ലോ, അമ്മ കൂടെ ഉണ്ടായിരുന്നില്ലേ? ആ അമ്മ, എനിക്ക് അമ്മച്ചിയുടെ അടുത്തൊന്ന് സംസാരിക്കണം. അമ്മച്ചിയുടെ അടുത്ത്. ഹലോ ഹലോ അമ്മച്ചി. അമ്മച്ചി എവരും ജീവിക്കാനുള്ളൊരു തൊഴിൽ കയ്യിലുണ്ടല്ലോ. എൻ്റെ പൊന്നു മോളെ, നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോഴേ അവിടെ ഉള്ളവർക്ക് നമ്മളോടൊരു സ്നേഹവും വിശ്വാസവും ഒക്കെ വേണം. പെൺപിള്ളേർ ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കല്ലേ വേണ്ട, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പാണ് വേണ്ടത്. എല്ലാരും പറയുന്നുണ്ട് ചേച്ചി. അമ്മ കലിപ്പ തന്നെയാണ്. അമ്മ അമ്മയ്ക്കത്തൊന്നുമില്ല. പൊന്നെണ്ണ ഞാൻ കാല് പിടിക്കാം. നിങ്ങൾ ഈ ചേച്ചി കൊണ്ട് പാ നോക്ക്. നടക്കൂലടാ. അതെ, ഒരു കാര്യം ചെയ്യും. ഇനിയിപ്പോ തനിക്ക് ഇതിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പൊക്കോ. ബാക്കി ഞങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളാം. ചുമ്മാ എന്നല്ലാതെ നീ കാല് പിടിച്ച് എന്തോ പറഞ്ഞ ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞ നിങ്ങളാരും എനിക്ക് വേണ്ടി കാല് പിടിക്കണ്ട. 2 വയറ് കഴിഞ്ഞു വന്ന കാര്യമല്ലേ, അതിനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ട്. നീ നിന്റെ അമ്മച്ചി വിളിക്കാനല്ലേ ഫോൺ എടുത്തേ? നീ വിളിക്കണ്ട. ആ പെങ്കൊച്ച് പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായ? അവക്കിന് നിന്റെ ആവശ്യമില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി അവക്കുണ്ടെന്ന്. വേണമെങ്കിൽ നീ അവളെ ഇവിടെ പോവാൻ നോക്കണം. ഇങ്ങനെ കുറേ എണ്ണം ഭാര്യമാരുടെ ചെലവിൽ കഴിയാനായിട്ട് നാണമില്ലാത്തമാര്. പക്ഷെ സംശയവും ഉപദ്രവമൊന്നുമില്ലല്ലോ.